രാജ്യത്തെ ഏറ്റവും മികച്ച സിന്തറ്റിക് ട്രാക്കാണ് കിനാലൂരിലെ ഉഷ സ്കൂൾ ഓഫ് അത്ലറ്റിക്സിൽ ഒരുങ്ങിയിട്ടുള്ളത്. ട്രാക്ക് നല്ലതാണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇന്ത്യയിൽ തന്നെ ഒരു 3-4 സ്ഥലത്തെ ഇങ്ങനത്തെ ട്രാക്കുള്ളൂ. ഇത് ഫുൾ പ്യുവറാണ്. അത് ഒരുപാട് നാൾ നിൽക്കും. പിന്നെ ഇത് കോമ്പറ്റീഷനും ട്രെയിനിങ്ങും ചെയ്യാൻ പറ്റും. പിന്നെ ഒന്നാമത്തെ ഇതിൻ്റെ ആയുസ് തന്നെ കൃത്യമായിട്ട് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ 10 years ഒക്കെ നിൽക്കും. ഇത് ഞങ്ങളുടെ ഒരു സ്വപ്നം തന്നെയാണ്. കാരണം സ്കൂൾ തുടങ്ങുമ്പോൾ 2002 May 29 ഉഷ സ്കൂൾ ഓഫ് അത്ലറ്റിക്സിൻ്റെ ഇനോഗ്രേഷൻ ഉമാ ഭാരതി. അന്ന് ആ മാഡത്തിനെ കണ്ടിട്ട് പറഞ്ഞിട്ട് അനൗൺസ് ചെയ്തിരുന്നു ഞങ്ങൾക്ക് സിന്തറ്റിക് ട്രാക്ക് തരുമെന്ന്. പക്ഷേ അന്ന് അനൗൺസ് ചെയ്തെങ്കിലും മാറി അതിനുശേഷം ഒരു 3-4 സ്പോർട്സ് മിനിസ്റ്റർ വന്നുപോയി. അവരോടൊക്കെ ഞാൻ അപ്ലിക്കേഷൻ കൊടുക്കും, സംസാരിക്കും, എല്ലാവരും തരുമെന്ന് പറയാണ്ട് ആരും തന്നിട്ടില്ല. അപ്പോൾ ഒക്കെ ഞങ്ങൾ പ്രാക്ടീസ് ചെയ്തിരുന്ന കൊയിലാണ്ടിയിലുള്ള ആ മുനിസിപ്പൽ സ്റ്റേഡിയം ഉണ്ട്, 200 മീറ്ററിൻ്റെ. അത് 200 മീറ്ററിൽ ഇങ്ങനെ ഓടാൻ ബുദ്ധിമുട്ടായിട്ട് നമ്മൾ പാറപ്പൊടിയിട്ട് ലെവൽ ചെയ്തിട്ട് 300 ആക്കിയിട്ട് അവിടെ പ്രാക്ടീസ് ചെയ്യും. പയ്യോളി കടപ്പുറത്ത് പ്രാക്ടീസ് ചെയ്യും. പിന്നെ നമ്മൾ ഇവർ കുറച്ചും കൂടി പിന്നെ ഒരു സീനിയർ ലെവലിലേക്ക് വരുമ്പോൾ അവർക്ക് ആ ഒരു പെർഫോമൻസ് ഇൻ്റർനാഷണൽ താരങ്ങളോട് മത്സരിക്കുമ്പോൾ നമുക്ക് കുറവ് വരാൻ പാടില്ലല്ലോ. അപ്പോൾ നമ്മൾ ട്രെയിനിങ് ഇവിടുന്ന് ട്രെയിനിൽ എറണാകുളത്ത് പോയിട്ട് പ്രാക്ടീസ് ചെയ്ത് വന്ന അവസരമുണ്ട്. ഇവിടുന്ന് മംഗലാപുരത്ത് പോയി നിന്നിട്ട് അവിടെ പ്രാക്ടീസ് ചെയ്ത സമയമുണ്ട് അവിടുത്തെ സ്റ്റേഡിയത്തിൽ. PT ഉഷ എന്ന ഒരു സിന്തറ്റിക് ട്രാക്ക് ആദ്യം കണ്ടു അതല്ലേ പറഞ്ഞത്. ഞാൻ സിന്തറ്റിക് ട്രാക്ക് കണ്ടത് മോസ്കോയിൽ 1980 16 വയസ്സുള്ളപ്പോൾ ഒളിമ്പിക്സിൽ പങ്കെടുക്കാൻ പോയപ്പോൾ അവിടുത്തെ വലിയ ലെനിൻ സ്റ്റേഡിയം ഫസ്റ്റിൽ ഞാൻ ഓടിയ ഒരു ഇൻഡോറിൽ ആണ് മോസ്കോയിൽ പോയിട്ട്. അപ്പോൾ ഇന്ത്യയിലൊന്നും ട്രാക്കേ ഇല്ലല്ലോ. പിന്നീട് അത് പിന്നെ അവിടുന്ന് വന്ന് അത് ഇന്ത്യയിലേക്ക് വന്നപ്പോൾ ആദ്യം കണ്ടത് പട്യാല എന്ന് പറയാം, നെഹ്റു സ്റ്റേഡിയം. പിന്നെ അത് ബാംഗ്ലൂരേക്ക് എത്തി. പിന്നെ അത് ഓൾമോസ്റ്റ് എല്ലാ സ്റ്റേറ്റിലേക്ക് ഓരോ ട്രാക്കായിട്ട് വന്ന് പിന്നെ നമ്മളെ കേരളത്തിൽ ആഗ്രഹിച്ച് വന്ന് നമ്മളെ കേരളത്തിൽ ഓടാൻ ആഗ്രഹിച്ച് വന്നിട്ട് 87 ഒരു തിരുവനന്തപുരത്തുള്ള ഒരു മോണ്ടോ ട്രാക്കിൽ. അത് വെറും കോമ്പറ്റീഷൻ ട്രാക്ക്. അത് ട്രാക്കിൽ വന്ന് ഓടി പ്രാക്ടീസ് ചെയ്തുമ്പോൾ എൻ്റെ സ്പീഡ് ആ ട്രാക്കിന് ഭയങ്കര സ്പീഡായിരിക്കും. ആ സ്പീഡ് കൊണ്ട് ഹഡിലിൻ്റെ അടുത്ത് എത്തിയിട്ട് കാല് ആംഗിൾ ട്വിസ്റ്റായിട്ട് ഞാൻ തെറിച്ച് വീണിട്ട് എനിക്ക് ആ മീറ്റിൽ പങ്കെടുക്കാൻ പറ്റിയില്ല തിരുവനന്തപുരത്ത് മോണ്ടോ ട്രാക്കിൽ. പിന്നെ അത് പതുക്കെ ഈ നമ്മളെ മലബാറിൽ എന്ന് വെച്ചാൽ കോഴിക്കോട് നമുക്ക് ട്രാക്കേ ഇല്ലായിരുന്നു. പിന്നെ അത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് വന്നപ്പോൾ നമ്മളെ കുട്ടികൾ അവിടെ പ്രാക്ടീസ് ചെയ്ത് നമുക്ക് ഭയങ്കര ഹാപ്പിയായിരുന്നു. അറ്റ്ലീസ്റ്റ് നമുക്കൊന്നും പയ്യോളി കടപ്പുറത്ത് ഓടുമ്പോഴാണ് കുറച്ച് അങ്ങനെയാണ് നിങ്ങൾക്ക് സ്ട്രെങ്ത് കിട്ടിയത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് മറ്റേ സിന്തറ്റിക് ട്രാക്കിലൊക്കെ ഉഷാറായിട്ട് ഓടാൻ പറ്റിയെന്നാണ് പണ്ട് കേട്ടത്. ശരിയാണ്. അതിപ്പോഴും അവിടെ തന്നെ എൻ്റെ ഏറ്റവും ഞാൻ ഇഷ്ടപ്പെടുന്ന ട്രെയിനിങ് സ്പോട്ട് സീഷോർ തന്നെയാണ്. നമ്മളെ കുട്ടികളും മെയിനായിട്ടുള്ള ആൾക്കാരൊക്കെ 3 months നമ്മൾ സീഷോറിൽ വർക്ക് ചെയ്യും. കാരണം നമുക്ക് സ്ട്രെങ്ത് എൻഡോറൻസ് നമുക്ക് ചെയ്യാനും വെറൈറ്റീസ് ഓഫ് ട്രെയിനിങ്, വാട്ടർ റണ്ണിങ്. ഇപ്പോൾ ഒരു അത്ലറ്റ് ബാക്ക് കിക്ക് ചെയ്ത് കണ്ടിട്ട് നമ്മൾ എത്ര പ്രാവശ്യം ബാക്ക് കിക്ക് ചെയ്യരുത്, ബാക്ക് കിക്ക് ചെയ്ത് എവിടെയൊക്കെയാണ് നമ്മൾ സ്ട്രെങ്ത് ഉണ്ടാക്കുക. അത് മറിച്ച് വെള്ളത്തിൽ കൊണ്ടുപോയിട്ട് വാട്ടർ റണ്ണിങ്, മുട്ടോളുള്ള വാട്ടർ റണ്ണിങ് ചെയ്യുകയാണെങ്കിൽ നീ ലിഫ്റ്റ് ചെയ്തിക്കില്ല, അവർ വെള്ളത്തിൽ വീഴും. വെറൈറ്റീസ് ഓഫ് ട്രെയിനിങ് വിത്ത് എൻജോയ്മെൻറ്റ് നമുക്ക് ശരിക്കും ചെയ്യാൻ പറ്റും. അത് ആ 3 മാസം കഴിഞ്ഞ് വീണ്ടും 2 മാസം ട്രാക്കിൽ വരുമ്പോൾ 5 മാസത്തിന് ശേഷം അതിൻ്റെ റിസൾട്ട് പുറത്ത് കാണാം. ഇതെന്ന് പറയുമ്പോൾ സിന്തറ്റിക് ട്രാക്കിൽ പ്രത്യേകിച്ച് കോമ്പറ്റീഷന് മുമ്പ് നമ്മൾ വർക്ക് ചെയ്ത് പോകുമ്പോൾ നമ്മൾ കുട്ടികൾ എല്ലാ തരത്തിലും കോൺഫിഡൻ്റ് ആയിരിക്കണം. അപ്പോൾ നമ്മളിത് ഒന്നാമത്തെ ഈവണാണ്. ഇവിടെ ഓടിക്കഴിഞ്ഞാൽ നല്ല ടൈം കിട്ടും. ഓരോ റിപ്പീറ്റേഷനും ബെസ്റ്റ് ചെയ്യാൻ പറ്റും. ഇഞ്ചുറി സാധ്യത കുറവാണ്. അൺഈവൺ അല്ലല്ലോ, ധൈര്യമായിട്ട് ഓടാലോ. അപ്പോൾ ഓരോരോ ഈവൻറ്റും അവരുടെ ബെസ്റ്റ് ചെയ്തു പോകുമ്പോൾ ആ കോമ്പറ്റീഷനിലേക്ക് കയറി സിന്തറ്റിക്കിലേക്ക് പോകുമ്പോൾ അവർക്ക് തന്നെ ഒരു കോൺഫിഡൻ്റ് ആണ്. പുതിയ ട്രാക്കിൽ പുതിയ വേഗം കുറിക്കാൻ തയ്യാറെടുക്കുകയാണ് കുട്ടികൾ. പ്രജോഷിനൊപ്പം K. മധു, മാതൃഭൂമി ന്യൂസ്.